CPIM മല്ലപ്പള്ളി ഏരിയ സമ്മേളനം ഡിസംബർ മാസം 5, 6, 7, 9 തീയതികളിലായി കുന്നന്താനത്ത് നടത്തപ്പെടുകയാണ്. 5-ാം തീയതി പതാക ജാഥ, കപ്പി കയർ ജാഥ, കൊടിമര ജാഥ എന്നിവയും 6, 7 തീയതികളിൽ പ്രതിനിധി സമ്മേളനവും 9-ാം തീയതി പ്രകടനവും പൊതുസമ്മേളനവുമാണ് നടത്തപ്പെടുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന പൊതു സമ്മേളനം കേരള സംസ്ഥാന തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് എന്നും ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് അറിയിക്കുകയുണ്ടായി. പാർട്ടി ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുമായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടി 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുമ്പായിട്ട് നടക്കുന്ന സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് ഏരിയ സമ്മേളനം ഡിസംബർ 5 മുതൽ 9 വരെ തീയതിയിൽ കുന്നന്താനം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. സെപ്റ്റംബർ മാസത്തിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കുകയും ഏരിയയിലെ 148 ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആ സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ പിന്നീട് ലോക്കൽ സമ്മേളനങ്ങളാണ്. ഒക്ടോബർ മാസത്തിൽ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാനാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. മല്ലപ്പള്ളിയിലെ 11 ലോക്കൽ കമ്മിറ്റികളായിരുന്നു സമ്മേളന ഘട്ടങ്ങളിലുണ്ടായിരുന്നു. സംഘടനാ തീരുമാനത്തിൻ്റെ ഭാഗമായി 20-ലധികം ബ്രാഞ്ചുകൾ വന്നാൽ ലോക്കൽ കമ്മിറ്റികൾ വിഭജിക്കണം എന്ന സംഘടനാ തീരുമാനത്തിൻ്റെ ഭാഗമായി സമ്മേളനത്തിൽ വെച്ച് കല്ലുപ്പാറ, മല്ലപ്പള്ളി ലോക്കൽ കമ്മിറ്റികൾ വിഭജിച്ചു. കല്ലുപ്പാറയിലെ കല്ലുപ്പാറ, ചെങ്ങന്നൂർ എന്ന പേരിൽ 2 ലോക്കൽ കമ്മിറ്റി, മല്ലപ്പള്ളിയിലെ മല്ലപ്പള്ളി വെസ്റ്റ്, മല്ലപ്പള്ളി ഈസ്റ്റ് എന്ന പേരിൽ 2 ലോക്കൽ കമ്മിറ്റികൾ. ഇപ്പോൾ 13 ലോക്കൽ കമ്മിറ്റികളാണ്. അതിനുശേഷമാണ് ഏരിയ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നത്. ഏരിയ സമ്മേളനം ഡിസംബർ 5 മുതൽ 9 വരെയുള്ള തീയതികൾ 9-ാമത് 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സമ്മേളനമെന്ന് നൽകിയിരുന്നു. പാർട്ടി സംഘടനയുടെ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയാണ്. അതിൻ്റെ അനുഭവത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ആലോചിക്കുന്നതൊക്കെ ആയിട്ടാണ് സമ്മേളനം ചെയ്തത്. കുന്നന്താനത്ത് ഒടുവിൽ നടന്ന ഏരിയ സമ്മേളനം 13-ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. അതിനുശേഷം ഒരു വലിയ കാലയളവ് ഏരിയയുടെ മറ്റ് മേഖലകളിലായിരുന്നു സമ്മേളനം നടന്നിട്ടുള്ളത്. ഒരു 33 വർഷത്തിന് ശേഷം കുന്നന്താനത്തിൽ സമ്മേളനം നടക്കുന്നു എന്നൊരു പ്രത്യേകത ഇത് ഞാൻ എടുത്ത് സൂചിപ്പിക്കാൻ കഴിയും. എൻ്റെ പാർട്ടിയുടെ ഏരിയയിലെ ഏറ്റവും കരുത്തുള്ള പാർട്ടി സംഘടന കുന്നന്താനത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമ്മേളനം വലിയ വിജയമാക്കാൻ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൽ കൊടുത്ത എല്ലാ വിഭാഗങ്ങളും തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായി അനുബന്ധമായി കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തു. ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി നവംബർ 28 മല്ലപ്പള്ളി ഖാദി പ്ലാസയിൽ ആഗോളവൽക്കരണ കാലത്തെ സ്ത്രീ പ്രശ്നങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് വലിയൊരു സെമിനാർ സംഘടിപ്പിച്ചു. KSTയുടെ നേതാവ്, മഹിളാ അസോസിയേഷൻ്റെ നേതാവായിട്ടുള്ള
KJ ഷൈൻ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത്. നൂറുകണക്കിന് സ്ത്രീകളുടെ അകാലത്ത് ആ പരിപാടിയിലുണ്ടായത് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൊട്ടടുത്ത ദിവസം 29-ാം തീയതി എഴുമറ്റൂരിലെ ചുഴന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ജെയ്സി തോമസ് പങ്കെടുത്തിട്ടുള്ള ഒരു സമ്മേളനം. ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ തുറന്നുകാട്ടാണ് കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ അവരുടെ പക്ഷത്തു നിന്ന് ഭരണം നടത്തുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണനേട്ടങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളം ഉയർത്തുന്ന ബദൽ എന്ന വിഷയത്തിൽ അവിടെ സെമിനാർ സംഘടിപ്പിച്ചത്. വലിയ ജനക്കൂട്ടമാണ് ആ സെമിനാറിൽ ഉണ്ടായത്. അതിനുശേഷം ഡിസംബർ മാസം 2-ാം തീയതി സമ്മേളനം നടക്കുന്നത് കുമ്മന്താനത്ത് വെച്ച് 1-ാം തീയതി സാംസ്കാരിക മേഖലയിലെ വർഗീയ ശക്തികളുടെ കടന്നുകയറ്റത്തെ സംബന്ധിച്ചുള്ള ഒരു സെമിനാർ. അത് കേരളത്തിലെ പ്രിയപ്പെട്ട കവി ശ്രീ മുരുകൻ കാട്ടാക്കരയിൽ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ ദിവസത്തെ കാലാവസ്ഥ നിങ്ങൾക്കറിയാം. ഒരു തുള്ളി ഒരു മിനിറ്റ് തോരാതെ നിന്ന മഴയത്ത് ഞങ്ങൾ വേദി മാറ്റി അവിടെ വേറൊരു ഹാൾ മീറ്റിംഗ് ആയിട്ട് അത് മാറ്റിയെങ്കിൽ പോലും അവിടെ ആകെ നന്നായി ആളുകളെത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ കൊടിമര പതാക ജാഥകളാണ്. കൊടിമര പതാക ജാഥകൾ പാർട്ടിയുടെ മുൻ താലൂക്ക് സെക്രട്ടറിയും ഈ താലൂക്കിൽ പാർട്ടി സംഘടന കെട്ടിപ്പടുക്കുന്നത് വെച്ചാൽ മുക്കൂറിലെ സഖാവ് PM കുഞ്ഞമ്പായുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക ജാഥ ആരംഭിക്കും. അതുപോലെ കൊടിമല ജാഥ കിഴക്കൻ മേഖലയിൽ പാർട്ടി സംഘടന സംഘടിപ്പിക്കുന്നത് വലിയ പങ്കുവഹിച്ച പാർട്ടി നേതാവായിരുന്ന വായ്പൂരിലെ സഖാവ് ഗോപിനാഥ പണിക്കരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കപ്പിക്കയർ പതാക ഉയർത്തുവാനുള്ള കപ്പിക്കയർ ജാഥ കല്ലുപ്പാറയിലെ പാർട്ടിയുടെ നേതാവും ഏരിയയിലാകെ കർഷകതൊഴിലാളി പ്രസ്ഥാനത്തിന് ധീരമായ നേതൃത്വം നൽകിയ സഖാവ് KP ഐസക്ക് അന്ത്യവിശ്രമങ്ങളുള്ള കുന്തമലയിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കും. എല്ലാ ജാഥകളും ഡിസംബർ മാസം 5-ാം തീയതി 4 മണിയോടെ മല്ലപ്പള്ളി ചേർത്തോട് ജംഗ്ഷനിൽ സംഘടിക്കും. അവിടെ നിന്ന് ഇരുചക്രവാഹനങ്ങളിൽ അരമണിയോടുകൂടി മല്ലപ്പള്ളി ചെങ്ങന്നൂർ കുന്നന്താനം വഴി പൊതുസമ്മേളന നഗരസഭ കോടിയേരി ബാലകൃഷ്ണൻ്റെ നാമധേയത്തിലാണ്. അവിടെ ജാഥകളെത്തി VP രാഘവന്മാരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്തതിനു ശേഷം കോടിയേരി ബാലകൃഷ്ണനായി സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ ചെയർമാനായിട്ടുണ്ട് KP രാധാകൃഷ്ണൻ പതാക ഉയർത്തുന്നത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൻ്റെ ഔപചാരികമായി തുടക്കം. ഡിസംബർ മാസം 6-ഉം 7-ഉം ആണ് പ്രതിനിധി സമ്മേളനം. അതിൽ താഴെ സമ്മേളനത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഡെലിഗേറ്റ്സ് മാത്രമാണ് പങ്കെടുക്കുക. അവിടെ ആ സമ്മേളനം കുന്നന്താനത്ത് ഒരു കത്തോലിക്ക പള്ളി ഹാളിൽ വെച്ചാണ് ഇത് ചെയ്തത്. 7-ാം തീയതി പ്രതിനിധി സമ്മേളനം അവസാനിക്കും. അതിനുശേഷം 9-ാം തീയതി ഡിസംബർ 9 തിങ്കളാഴ്ച കുന്നന്താനത്ത് നിന്ന് വൈകിട്ട് 4 മണിക്ക് റെഡ് വാളണ്ടിയർമാരുടെ അകമ്പടിയോടുകൂടി ബഹുജന റാലി സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അത് മാന്താനത്തിൽ എത്തിച്ചേർന്നാൽ ആ പൊതുസമ്മേളനം കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു.
യോഗത്തിലെ KP ഉദയപാൽ പാർട്ടി ജില്ലാ സെക്രട്ടറി, രാജു എബ്രഹാം സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പത്മകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PR പ്രസാദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് R സാഹികുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഓമല്ലൂർ സംഘം എന്നിവർ പങ്കെടുക്കും. 6-7 തീയതികളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലും ഈ സഖാക്കളാണ് പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ രാജു എബ്രഹാമാണ് കുന്നന്താനത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. പൊതുസമ്മേളനത്തിന് ശേഷം വൈകിട്ട് 7:30 അലോഷിയുടെ ഒരു കലാരൂപം ഗസൽ സന്ധ്യ, അങ്ങനെയാണ് പാർട്ടി ഏരിയ സമ്മേളനത്തിൽ